എൻ്റെ ഒരു ഓർമ്മയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അറൗണ്ട് സംവെയർ ഹിയർ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് വരെയാണ് എടുത്ത് തോന്നുന്നത് എനിക്ക്. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിന് മുൻപാണ് എടുത്തത് തോന്നുന്നത് അല്ലേ? റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതായത് ഒരു വെക്ടർ എ വെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെക്ടർ ഒരു എക്സ് വൈ പ്ലെയിനിൽ ലൈ ചെയ്യുന്നു, എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്നു. അപ്പോൾ ഈ വെക്ടർ എ വെക്ടറിൻ്റെ എക്സ് കമ്പോണൻറ്റിൻ്റെ A1 എന്നും വൈ കമ്പോണൻറ്റിൻ്റെ A2 എന്നും പറയും. ഓക്കെ, ഈ A1നെ AX വെക്ടർ ഫോമിലേക്ക് ആക്കുമ്പോൾ, A1നെയും A2നെയും വെക്ടർ ഫോമിലേക്ക് ആക്കുമ്പോൾ AXI AYJ എന്ന് വരും. A1 എന്തായിട്ട് വരും? AXI, A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AYJ എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരിക കേട്ടോ. ഇനി നമ്മളിതിൽ എ വെക്ടർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ A1ഉം A2ഉം കൂടി ആഡ് ചെയ്യണം. എ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ A1ഉം A2ഉം കൂടി ആഡ് ചെയ്യണം. A1ഉം A2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് AXI പ്ലസ് AYJ എന്ന് കിട്ടും. അതിൽ AX എന്ന് പറയുന്നത് എക്സ് കമ്പോണൻ്റ് ആയതുകൊണ്ട് അതിനെ A കോസ് തീറ്റ എന്ന് എടുക്കാം. AY എന്ന് പറയുന്നത് Y കമ്പോണൻ്റ് ആയതുകൊണ്ട് അതിനെ A സൈൻ തീറ്റ എന്ന് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A കോസ് തീറ്റ I പ്ലസ് A സൈൻ തീറ്റ J എന്ന് കിട്ടും. ഇനി ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എടുക്കുന്ന സമയത്ത് നമുക്ക് റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ എന്നാണ് കിട്ടുക. അത് ഇതായിരിക്കും എഴുതിയിട്ടുള്ള പോലെ, ഈ നീലപക്ഷിയിൽ ഞാൻ എഴുതിയിട്ടുള്ള പോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ വെക്ടർ A സ്ക്വയർ എക്സ് പ്ലസ് A സ്ക്വയർ Y എന്ന് കിട്ടും, അല്ലെങ്കിൽ AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ എന്ന് കിട്ടും. ഇത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ. അതുപോലെ ഇവിടെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ടാൻ തീറ്റ ഈക്വൽ ടു AY ബൈ AX ആണ്. അതിൽ നിന്ന് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് AY ബൈ AX എന്ന് കിട്ടും. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കാം. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ 2 ഡയമെൻഷനിലാണ്. അതായത് എക്സും വൈയും പ്ലെയിനുകൾ മാത്രമേ, എക്സും വൈയും ആക്സിസ് മാത്രമേ നമ്മൾ ഇതുവരെ പറഞ്ഞതിലുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് 3 ഡയമെൻഷനിലാവുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് വരിക? പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല. അതായത് എ വെക്ടർ എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷനിലാണെങ്കിൽ AXI പ്ലസ് AYJ എന്ന് വരും. 3 ഡയമെൻഷൻ ആണെങ്കിൽ അവിടെ ഒരു സെഡും കൂടി കൂടും. അപ്പോൾ AXI പ്ലസ് AYJ പ്ലസ് AZK എന്ന് വരും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഈക്വൽ ടു റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ പ്ലസ് AZ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിൽ പൊസിഷൻ വെക്ടറിനെ R വെക്ടർ എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആ R വെക്ടർ ഈക്വൽ ടു XI പ്ലസ് YJ പ്ലസ് ZK എന്ന് കിട്ടും. എന്താണ് R വെക്ടർ ഈക്വൽ ടു XI പ്ലസ് YJ പ്ലസ് ZK. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നും കൂടി ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയണ്ട, സിമ്പിളായിട്ട് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വെക്ടർ എ വെക്ടറിനെ XY പ്ലെയിനിൽ ലൈ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുന്നു. ഓക്കെ, ഇതിൽ ഈ എ വെക്ടറിനെ 2 കമ്പോണൻറ്റുകളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ഒരു എക്സ് കമ്പോണൻറ്റും ഒരു വൈ കമ്പോണൻറ്റും. എക്സ് കമ്പോണൻറ്റിനെ നമ്മൾ A1 എന്ന് പറയും, വൈ കമ്പോണൻറ്റിനെ നമ്മൾ A2 എന്ന് പറയും. ഓക്കെ, ഇതിനെ വെക്ടർ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ A1 എന്ന് പറയുന്നത് AXI ആയിട്ട് മാറും, A2 എന്ന് പറയുന്നത് AYJ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എ വെക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ 2 വെക്ടേഴ്സും തമ്മിൽ കൂട്ടിയാൽ മതി. ഏതൊക്കെ വെക്ടേഴ്സ്? AXI പ്ലസ് AYJ. ഓക്കെ, ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഈ ഐൻ്റെയും ജെയിൻ്റെയും ഒപ്പുള്ളതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിനെ ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയറുകളെ ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഈക്വൽ ടു റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ. ഇതിൽ AX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A കോസ് തീറ്റയാണ്, AY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A സൈൻ തീറ്റയാണ്. മനസ്സിലാക്കി വയ്ക്കുക.
ഓക്കെ. അതുപോലെ ഇവിടെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ടാൻ തീറ്റ ഈക്വൽ ടു AY/AX എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ നിന്നും തീറ്റയാണ് ആംഗിൾ, അപ്പോൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് AY/AX എന്ന് കിട്ടും. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇത് 3 ഡയമെൻഷനിലാണെങ്കിൽ എക്സിൻ്റെ ഒപ്പം ഒരു XY അതിൻ്റെ ഒപ്പം ഒരു സെഡും കൂടി കൂടും. അതുപോലെ തന്നെ IJയുടെ ഒപ്പം ഒരു കെയും കൂടി കൂടും. അപ്പോൾ ഇവിടുത്തെ ജനറൽ ആയിട്ട് A വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AXI പ്ലസ് AYJ പ്ലസ് AZK എന്ന് വരും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് A വെക്റ്റർ ഈക്വൽ ടു റൂട്ട് ഓഫ് AX² പ്ലസ് AY² പ്ലസ് AZ² എന്ന് വരും. ഇതിന്റെ പൊസിഷൻ വെക്ടറിനെ നമ്മൾ R വെക്ടർ എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ R വെക്ടർ ഈക്വൽ ടു XI പ്ലസ് YJ പ്ലസ് ZK എന്ന് വരും. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിൽ പഠിക്കാനുള്ളത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ പറഞ്ഞത്? ആരാണ് GCH തൃശ്ശൂര്? ശരത്തെ, കുറെ നാളെയല്ലടാ കണ്ടിട്ട്. നീ എന്താ മാത്സ് ക്ലാസ്സിനൊന്നും കയറാണ്ടിരുന്നേ? എടാ ഗ്രൂപ്പില് നിന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സാറുമാരുടെ നമ്പർ തന്ന് 2 സാറുമാരുടെ നമ്പർ ആഡ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നിന്നോട് പറഞ്ഞില്ലേ അവരിപ്പോ? ഇന്നലെ 2 പ്രാവശ്യം വിളിച്ചു ഞാൻ, നിന്നെ കിട്ടിയില്ല. അത് ശരിയോ? ഇപ്പൊ ഫിസിക്സ് ക്ലാസ് ഉള്ള ശരത്തെ. ഇന്ന് കാലത്ത് ഒരു എക്കണോമിക്സ് ക്ലാസ് കഴിഞ്ഞു. ഇന്ന് കാലത്തെ ഒരു 8:30 തോന്നുന്നു. 8:30 അല്ലല്ല 7:30. 8:30 8:30. 8:30 തന്നെയാന്ന് തോന്നുന്നു. 8:30 ഒരു ക്ലാസ് കഴിഞ്ഞു. എക്കണോമിക്സ് അല്ല, ഒരു അക്കൗണ്ടൻസിയുടെ ക്ലാസ് കഴിഞ്ഞു. കേറിയായിരുന്നു നീ? അതിന് അക്കൗണ്ടൻസിയുടെ ക്ലാസ്സിന് കേറിണ്ടായിരുന്നോ ശരത്തെ? കേറിണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇനി നമ്മുടെ നാളെ ഹിന്ദി മലയാളത്തിന്റെ ക്ലാസ് ഉണ്ടാവും ശരത്തെ. അപ്പൊ അതിന് കയറിയാൽ മതി കേട്ടാ. പിന്നെ മറ്റേ ക്ലാസ്സിന്റെ ഇപ്പോ എക്കണോമിക്സ് ക്ലാസ് കുറച്ച് ഞാൻ അവർക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ നോട്ടൊക്കെ എഴുതിയെടുത്തോളൂ ശരത്തെ കേട്ടാ. ശരത്ത് കേൾക്കണ്ട? ഓക്കെ. ഇപ്പൊ വെക്കോ, കുഴപ്പമില്ല. ഓക്കെ എന്നാ ശ്രദ്ധിക്കട്ടോ മക്കളെ. അപ്പൊ ഇത് കഴിഞ്ഞില്ലേ? ക്ലിയർ ആയില്ലേ പറഞ്ഞത്? റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. ഇനി വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 2 വെക്ടർ തന്നു, A വെക്ടറും B വെക്ടറും. ഈ A വെക്ടറും B വെക്ടറും നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അതിൽ Iന്റെയും Jന്റെയും ഒപ്പമുള്ള കമ്പോണൻസ് കൂട്ടി എഴുതിയാൽ മതി. അത്രേ ഉള്ളൂ. പക്ഷെ Iയും Jയും അതിലും ഉണ്ടാവണം എന്നർത്ഥം. ഒരു എക്സാമ്പിൾ വെച്ച് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് A വെക്ടർ ഈക്വൽ ടു 3i പ്ലസ് 4j ആണെന്ന് വിചാരിക്കുക. B വെക്ടർ ഈക്വൽ ടു 2i പ്ലസ് 2j ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ A വെക്ടറും B വെക്ടറും കൂടി കൂട്ടിയതായിരിക്കും. എന്തായിരിക്കും? A വെക്ടറും B വെക്ടറും കൂടി കൂട്ടിയതായിരിക്കും. ഇതായിരിക്കും A വെക്ടർ പ്ലസ് B വെക്ടർ ആയിരിക്കും. ഓക്കെ. അപ്പൊ A വെക്ടറും B വെക്ടറും കൂടി കൂട്ടുമ്പോൾ Iന്റെ ഒപ്പമുള്ള കമ്പോണൻസും Jന്റെ ഒപ്പമുള്ള കമ്പോണൻസും കൂടി കൂട്ടുക. Iന്റെ ഒപ്പമുള്ള കമ്പോണൻസ് ഏതൊക്കെ? 3ഉം 2ഉം അല്ലേ? 3ഉം 2ഉം കൂടിയാൽ 5, അപ്പൊ 5i. 4ഉം 2ഉം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6, അപ്പൊ 6j. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. ഇതിനാണ് നമ്മൾ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. ഇത് 3 ഡയമെൻഷനിലായാലും ഇതേപോലെ തന്നെ. ഓക്കെ, സിമ്പിൾ അല്ലേ അത്? സിമ്പിൾ അല്ലേ ഈ പറഞ്ഞത്? പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ റിപ്ലൈ ചെയ്യാം. ഇല്ലേ ക്ലാസ് നമുക്ക് ഇപ്പൊ നിർത്താം. ഒന്നുകൂടി പറഞ്ഞോ. ഏതാ പറയണ്ടേ? ഇപ്പൊ പറഞ്ഞത് അഡീഷൻ. ഇപ്പൊ പറഞ്ഞത് അഡീഷൻ ആണ്. ഓക്കെ, അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. അഡീഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 2 വെക്ടർ A വെക്ടറും B വെക്ടറും തന്നു.
ഓക്കെ, ഈ രണ്ട് വെക്ടർ എ വെക്ടറും ബി വെക്ടറും കൂടി നമ്മളിവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഇതിൽ എ എക്സ് പ്ലസ് ബി എക്സ് ഇൻറ്റു ഐ പ്ലസ് എ വൈ പ്ലസ് ബി വൈ ഇൻറ്റു ജെ എന്ന് എഴുതും. ഓക്കെ, അത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദാ രണ്ട് വെക്ടർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ വെക്ടർ ഈക്വൽ ടു 3i പ്ലസ് 4j, ബി വെക്ടർ ഈക്വൽ ടു 2i പ്ലസ് 2j. ഇത് രണ്ടും കൂടി നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക? നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഐൻ്റെ ഒപ്പുള്ള ടേമുകളൊക്കെ കൂടി കൂട്ടുക, ജെയിൻ്റെ ഒപ്പുള്ള ടേമുകളൊക്കെ കൂടി കൂട്ടുക. ഐൻ്റെ ഒപ്പം ആരൊക്കെയുള്ള 3 ഉണ്ട് 2 ഉണ്ട്, അപ്പോൾ 3 പ്ലസ് 2 5 ഐ. ജെയിൻ്റെ ഒപ്പം ആരൊക്കെയുള്ള 4 ഉണ്ട് 2 ഉണ്ട്, അപ്പോൾ 4 പ്ലസ് 2 6 ജെ. അത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ അഡീഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 3 ഡയമെൻഷനിലായാലും ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? റിപ്ലൈ ചെയ്യൂ. ഓക്കെ ഓക്കെ. ഇനി കുറച്ച് ടേമുകളൊക്കെയാണ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. മോഷൻ ഇൻ എ പ്ലെയിനിൽ പൊസിഷൻ വെക്ടർ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, അതുപോലെ തന്നെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്ടർ ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതും, അതായത് പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെ വെക്ടർ ഫോമിൽ എഴുതും, അതെങ്ങനെയാണ് നമ്മൾ വെക്ടർ ഫോമിൽ കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പൊസിഷൻ വെക്ടറിനെ നമ്മൾ ആർ വെക്ടർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ എന്നാണ് പറയുക. ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് മാത്രം എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, പൊസിഷൻ വെക്ടറിനെ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ എന്നാണ് പറയുക. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ ഡെൽറ്റ ആർ വെക്ടർ ഈക്വൽ ടു ഡെൽറ്റ ആർ ഡാഷ് മൈനസ് ഡെൽറ്റ ആർ എന്നാണ് പറയുക. ഓക്കെ അല്ലേ? അതായത് ഇങ്ങനെയും പറയാം, ഡെൽറ്റ എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് മൈനസ് എക്സ്, അല്ലെങ്കിൽ ഡെൽറ്റ വൈ ഈക്വൽ ടു ഡെൽറ്റ വൈ മൈനസ് വൈ. ഓക്കെ, അതായത് ഇങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ. അപ്പോൾ ഐ ഡെൽറ്റ എക്സ് പ്ലസ് ജെ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി. ജസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി ഇങ്ങനെയാണ്. ആർ ഡാഷ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡാഷ് ഐ പ്ലസ് വൈ ഡാഷ് ജെ ആണ്. ആർ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ ആണ്. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഒരു കാറ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്ക് സഞ്ചരിക്കുന്നു. ഓക്കെ, ഈ കാറ് സ്റ്റാർട്ട് ചെയ്തത് 0 വെലോസിറ്റിയിലായിരുന്നു. ഓക്കെ, എൻ്റെ ചെയ്തത് 4 കിലോമീറ്റർ പെർ ഹവറിലായിരുന്നു എൻ്റെ ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെക്ടർ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ 0i പ്ലസ് 0j പ്ലസ് 0k എന്ന് പറയും. 0j പ്ലസ് 0k എന്ന് പറയും. ഞാൻ എഴുതിയത് എന്തൊക്കെയോ ആണ്, ഞാനൊന്ന് റൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ആയിക്കോട്ടെ, ഓക്കെ, ഞാൻ റെഡിയാക്കാം. ഇപ്പൊ ക്ലിയർ ആയോ? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഡെൽറ്റ ആർ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആർ ഡാഷ് വെക്ടർ മൈനസ് ആർ വെക്ടർ. ആർ ഡാഷ് വെക്ടർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എക്സ് ഡാഷ് ഐ പ്ലസ് വൈ ഡാഷ് ജെ മൈനസ് അതുപോലെ തന്നെ ആർ വെക്ടർ എക്സ് ഐ പ്ലസ് വൈ ജെ. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് 0 വെലോസിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 4 വരെ എത്തി. ഓക്കെ, 0 വെലോസിറ്റിന് നമ്മൾ നമ്മുടെ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ 0i പ്ലസ് 0j പ്ലസ് 0k എന്ന് കിട്ടും. മനസ്സിലായ? വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്, 0i പ്ലസ് 0j പ്ലസ് 0k.
4 ആണെങ്കിൽ അതിനെ 4i പ്ലസ് 4j പ്ലസ് 4k എന്ന് കിട്ടും. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആ 4i പ്ലസ് 4j പ്ലസ് 4kയിൽ നിന്നും 0i പ്ലസ് 0j പ്ലസ് 0k കുറയ്ക്കുക. മനസ്സിലായ? അതായത് ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി ഇതാണ്, ഇനീഷ്യൽ വെലോസിറ്റി ഇതാണ്. ഈ ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി കുറയ്ക്കുക, അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ മക്കളെ? ഓക്കെ, റിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ നിന്ന് എങ്ങനെയാണ് ഈ പറയുന്ന ഇക്വേഷൻ ഡെൽറ്റ ആർ വെക്ടർ ഈക്വൽ ടു ഐ ഡാഷ് ഐ ഡെൽറ്റ എക്സ് പ്ലസ് ജെ ഡെൽറ്റ വൈക്കൊക്കെ എങ്ങനെ എത്തിയെന്നുള്ളതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ജസ്റ്റ് നോക്കുക, ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം. പറഞ്ഞോ. ഇതിലിപ്പോ പഠിക്കേണ്ടത് ഇത് പഠിച്ചാൽ മതി, മേളിത്തെ ഫസ്റ്റത്തെ പഠിച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ വെറുതെയാണ്, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ അത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെ വെറുതെയാണ്, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ ഇത്ര ഓർത്ത് വെക്കുക, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. മനസ്സിലായ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടുപിടിക്കുക. അത്ര ഓർത്ത് വെക്കുക മതി, അത്ര പറഞ്ഞാൽ മതി. അത് വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിൽ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വെക്ടർ ഫോമില് ഇത്രയ്ക്കേ ഉള്ളൂ. ദ വി വെക്ടർ ഈക്വൽ ടു വി ഡാഷ് എക്സ് അല്ലെ വി വെക്ടർ എക്സ് ഐ പ്ലസ് വി വെക്ടർ വൈ ജെ. 3 ഡയമെൻഷൻ ആണെങ്കിലോ വി വെക്ടർ എക്സ് ഐ പ്ലസ് വി വെക്ടർ വൈ ജെ പ്ലസ് വി വെക്ടർ സെഡ് കെ എന്ന് വരും. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഡെൽറ്റ ആർ വെക്ടർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഡെൽറ്റ ആർ വെക്ടർ ആദ്യം കണ്ടുപിടിക്കണം. ദേ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള പോലെ കണ്ട. വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഡെൽറ്റ ആർ വെക്ടർ കണ്ടുപിടിക്കണം, എന്നിട്ട് ഡെൽറ്റ ടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഡെൽറ്റ ടി നമുക്ക് തന്നിട്ടുണ്ടാവും ഓൾറെഡി, സമയം ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ഫോർമുലയും അതുപോലെ തന്നെ ഈ ഒരു ഫോർമുലയും ഇതിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ ഇന്റഗ്രേഷനൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇൻറ്റഗ്രേഷൻ അല്ല, ഡിഫറൻസിയേഷനൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ മറ്റേ ഗ്രാഫിക് ടാബ്ലറ്റ് എത്തിയിട്ട് നമുക്ക് കണക്കുകൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കേട്ടോ മക്കളെ? അപ്പൊ ഇപ്പോ വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയ്ക്ക് പഠിച്ചു വെക്കുക. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി ടി. ഇത് പഠിച്ചു വെക്കുക. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇതിന്റെ വെക്ടർ ഫോമിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വി എക്സ് ഐ പ്ലസ് വി വൈ ജെ. ഈ രണ്ട് കാര്യങ്ങളും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, വി എക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണ്, വി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ആണ്. ഓക്കെ, ഈ ഡി എക്സ് ബൈ ഡി ടി എങ്ങനെയാണ്, ഡി വൈ ബൈ ഡി ടി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്ക് ഓരോരോ പ്രോബ്ലംസ് വെച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും കേട്ടോ. ഓക്കെ, അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈ വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈ വെക്ടർ ഈക്വൽ ടു സാധാരണ നമ്മൾ എന്തൊക്കെയാണ് മുമ്പ് പഠിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. തീറ്റ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ടാൻ ഇൻവേഴ്സ് ഓഫ് വി വൈ ബൈ വി എക്സ്. ഇതിലൊന്നും എക്സ്ട്രാ പറയാനുള്ളതൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ഞാൻ മാർക്ക് ചെയ്യുന്നതും ടിക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഫോർമുലാസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ആക്സലറേഷൻ. ആക്സലറേഷൻ എന്താണെന്ന് നമുക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എ ഈക്വൽ ടു എ വെക്ടർ ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആയിരിക്കും. സംശയമില്ലല്ലോ. എ വെക്ടർ ഈക്വൽ ടു എന്തായിരിക്കും? ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആയിരിക്കും. ഡെൽറ്റ വി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നേരത്തെ നമ്മൾ പഠിച്ചു, അതേപോലെ അങ്ങോട്ട് കണ്ടുപിടിക്കുക, ആൻസർ കിട്ടും. കഴിഞ്ഞു, അത്രേ ഉള്ളൂ.
ഇതിനാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയാം. ഓക്കെ, അതിനെ വെക്ടർ ഫോമിൽ എങ്ങനെ എഴുതാം? എ വെക്ടർ ഈക്വൽ ടു AXI പ്ലസ് AYJ, അത്രേ ഉള്ളൂ. ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷനോ AX ഈക്വൽ ടു dvx/dt അല്ലെങ്കിൽ dvy/dt. ഒക്കെ ഫോർമുല ബേസ്ഡ് ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ഫോർമുലാസ് ആണ്. പക്ഷെ അത് കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. കാണാണ്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു തിയറി അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് പറയാൻ കിട്ടും. അതെങ്ങനെ തിയറി അറിഞ്ഞിട്ട് സിമ്പിളായിട്ട് പറയാൻ പറ്റുക? ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത് പൊസിഷനെ 6 എന്നാണ് കാണിക്കുക. പൊസിഷൻ എങ്ങനെയാണ് കാണിക്കുക? 6. പൊസിഷൻ വെക്ടറിനെ R വെക്ടർ എന്നാണ് കാണിക്കുക. പൊസിഷൻ വെക്ടറിനെ എന്താണ് കാണിക്കുക? R വെക്ടർ എന്നാണ് കാണിക്കുക. അപ്പൊ R വെക്ടർ ഈക്വൽ ടു XI പ്ലസ് YJ ഇൻ 2 ഡയമെൻഷൻ. 3 ഡയമെൻഷൻ ആണെങ്കിലോ XI പ്ലസ് YJ പ്ലസ് ZK. ഓക്കെ അല്ലേ? എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പറയാ, എൻ്റെ ഒപ്പം പറയാ, എന്നാലേ നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ. അൺമ്യൂട്ട് ചെയ്യ മക്കളെ. അതില് ബുർജി മൈക്കടിച്ചു പോയാ ബുർജിയ? എന്താ കഷ്ട. വലിയ കുഴപ്പമില്ല, ഇത് വലിയ പ്രശ്നമില്ല. നീ ഒന്ന് സംസാരിച്ചു ബുർജെ, ഒന്ന് സംസാരിച്ചടാ, പതുക്കെ ഒന്ന് സംസാരിച്ചു നോക്കിയ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നണ എനിക്ക്. ചെറിയൊരു സൗണ്ട് കേട്ടുന്നുണ്ടേ. ഇല്ലടാ, നിന്റെ ചെറിയൊരു സൗണ്ട്. ആ കേക്കുണ്ട് ബുർജിയെ. നീ പറഞ്ഞോ, കേക്കുണ്ട്. രാജേ, നീ കൂടെ ഉള്ള മൈക്ക് ഓൺ ആക്കാൻ. ആ ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞു പഠിക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ പൊസിഷൻ എങ്ങനെ കാണിക്കുക? പൊസിഷനെ R എന്ന് പറഞ്ഞാണ് കാണിക്കുക. പൊസിഷൻ എങ്ങനെയാണ് കാണിക്കുക? R എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി പൊസിഷൻ വെക്ടറിനെ R വെക്ടർ എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുക. പൊസിഷൻ വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? R വെക്ടർ. ഓക്കെ, ഇനി പൊസിഷൻ വെക്ടർ R വെക്ടർ ഈക്വൽ ടു XI പ്ലസ് YJ ഇൻ 2 ഡയമെൻഷൻ. R വെക്ടർ ഈക്വൽ ടു XI പ്ലസ് YJ ഇൻ 2 ഡയമെൻഷൻ. പറഞ്ഞേ, XI പ്ലസ് YJ ഇൻ 2 ഡയമെൻഷൻ. 2 ഡയമെൻഷനിലാണെങ്കിൽ XI പ്ലസ് YJ ആയിരിക്കും. ഇൻ 3 ഡയമെൻഷൻ XI പ്ലസ് YJ പ്ലസ് ZK എന്ന് വരും. 3 ഡയമെൻഷനിൽ എങ്ങനെ വരും? XI പ്ലസ് YJ പ്ലസ് ZK. അപ്പൊ ഒന്നുകൂടി പറഞ്ഞോ, പൊസിഷൻ വെക്ടർ ഇൻ 2 ഡയമെൻഷൻ എന്താ വരിക? ഞാൻ പറഞ്ഞേ കേക്കട്ടെ. XI പ്ലസ് YJ. പൊസിഷൻ വെക്ടർ ഇൻ 3 ഡയമെൻഷൻ എന്താ വരിക? XI പ്ലസ് YJ പ്ലസ് ZK. ആഷിക്ക് ഓഡിയോ ഓൺ ആക്കട കുട്ടാ. എത്ര 5ാം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെയാ? അങ്ങനെ പിള്ളേരാ? അങ്ങനെ തന്നെ പഠിക്കുക. ഒരു മിനിറ്റ് കേട്ടോ മക്കളെ, വന്നോ സാധനം. ഒരു മിനിറ്റ് കേട്ടോ, ഓർഡർ വന്നിട്ട് മേടിച്ചിട്ട് വരാം.